കുറച്ച് കഴിഞ്ഞിട്ട് അറിയുന്നത് അവർ മരിച്ചിട്ട് കൊണ്ടുവന്ന അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഒന്നൊന്നുമല്ല. ഞാനൊരു 10 times ഒക്കെ ഉമ്മനെ പറ്റി പറയുകയാണെങ്കിൽ പറയാം. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത് ഉമ്മനെ പറ്റി പറയാം. നമ്മൾ എന്ത് കഴിച്ചാലും അതങ്ങനെ തന്നെ പുറത്തോട്ട് ലൈക്ക് ബക്കറ്റ് മൊത്തം വോമിറ്റ് ചെയ്ത്. ക്യാൻസർ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു പേര്. ഒരു പെൺകുട്ടി +2 കഴിഞ്ഞ് റിപ്പീറ്റിന് പോകുമ്പോഴാണ് അവൾക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. അതും കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. അവൾ ആ ക്യാൻസറിനെതിരെ പൊരുതുന്നു. ചികിത്സയുടെ വേദനകൾക്കിടയിലെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റിൽ മികച്ചൊരു റാങ്ക് വാങ്ങിയിട്ട് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൂടെയുള്ള സെഹ്റയെക്കുറിച്ചാണ്. ഫാത്തിമ സെഹ്റ എൻ്റെ മെഡിക്കൽ കോളേജിലെ ജൂനിയറാണ്. അതുപോലെ തന്നെ നമ്മളെ എജുപോർട്ടിൻ്റെ സൂപ്പർ മെൻറ്ററാണ്. നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ കിട്ടിയിട്ടും എന്തൊക്കെയോ കാരണം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, ടെൻഷനാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളെ നിരന്തരം ഞാൻ കാണാറുണ്ട്. അത്തരം കുട്ടികൾക്കൊക്കെ ഇൻസ്പയറിങ് ആവുന്ന, നമ്മുടെ ജീവിതത്തിൽ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ സെഹ്റയുടേത്. സെഹ്റയുടെ കഥ അവൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. സെഹ്റ എവിടെയാണ് പഠിച്ചത്? ചെറുപ്പം മുതൽ തന്നെ ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? എപ്പോഴാണ് MBBS സ്വപ്നം കണ്ട് തുടങ്ങിയത്? ഞാൻ നാട്ടിൽ തന്നെ സാധാരണ സ്കൂൾ പഠിച്ചതാ. എൻ്റെ നാട് പേരാമ്പ്ര, അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ചെറുപ്പം മുതൽ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഞാൻ 10th grade കഴിഞ്ഞ് ഒരു +2 ഒക്കെ കയറുന്ന ടൈമിൽ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ലേ? ഓക്കെ, ശരി. ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ല? എനിക്ക് സ്കൂൾ കോമ്പറ്റീഷൻസിലൊക്കെ അങ്ങനത്തെ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട ഞാൻ പോയി പങ്കെടുക്കായിരുന്നു, എല്ലാത്തിനും കയറിയിട്ട്. അപ്പം അങ്ങനെ ഡോക്ടർ ആവണമെന്നും ആഗ്രഹമൊന്നുമില്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്തിട്ട് പൊതുവെ എനിക്ക് പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കാനൊക്കെ താല്പര്യമായിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് +1 ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബോഡിയുടെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ പെയിന് വരിക, അതുപോലെ വെയിറ്റ് കുറയുക, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നു. അപ്പം ഞാൻ മാറി മാറി ഓരോ ഡോക്ടേഴ്സിനെ ഇങ്ങനെ കാണിക്കും. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് എന്ന ഒരു ഇതുണ്ടാവല്ലോ. നല്ല പെയിൻ ആയിരുന്നു എനിക്ക്. അതായത് ഞാൻ കാല് ഒരു സ്ഥലത്ത് അടുക്കി വെക്കൂല, എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. വേദന കൊണ്ട് എനിക്ക് ഒരു 2 minutes നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ എനിക്ക് തന്നെ ഒരു ഇത്. ഇപ്പം ഞങ്ങൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയിട്ട് ഒരു ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യും, ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കും എന്താ സംഭവം, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊടിയിൽ പെയിന് വരുന്നത്. അപ്പോഴാണ് ഹയർ സെക്കൻഡറി പഠിക്കുമോ മാത്രമല്ല ആ ടൈമിൽ ബയോളജി ഇങ്ങനെ ബോഡീൻ്റെ ഓരോ പാർട്സ് നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് ഡൈജഷൻ്റെ ചാപ്റ്റർ കണ്ടതോടെ ഞാൻ ഫ്ലാറ്റ് ആയത്. അങ്ങനെയാണ് എന്തായാലും എനിക്കെന്നാ ഒരു ഡോക്ടർ ആണെന്ന് എന്നുവെച്ചാൽ അടിപൊളി പ്രോസസ്സ് അല്ലേ. ഒരു ടൈനി ആയിട്ടുള്ള ഒരു ഓർഗൻ ഇത്രയൊക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ അതിനെപ്പറ്റി അറിയണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാരൻസിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എനിക്ക് എൻട്രൻസ് എഴുതണം, എനിക്കൊരു ഡോക്ടർ ആവണം. അതും നമ്മൾ എൻട്രൻസിന് പോകാൻ ആഗ്രഹിച്ച് പിന്നെ ഈ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അതെൻ്റെ വലിയ സ്വപ്നമായി മാറി. എന്നുവെച്ചാൽ വേറെ എവിടെ എനിക്ക് പഠിക്കേണ്ട, എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ മൈൻഡിൽ. ഞാൻ +2 അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ എൻട്രൻസിന് +2 കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് തന്നെ എൻട്രൻസിന് ക്രാഷ് പോലെ പോയിണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ വന്നു. അതായത് ഓൾറെഡി ആ കാലിന്റെ വേദന യഥാർത്ഥത്തിൽ ആ ഒരു ക്യാൻസറിന്റെ പെയിൻ ആയിരുന്നു, പക്ഷെ ആ സമയത്തെല്ലാം അൺഡിറ്റക്റ്റഡ് ആയി പോയിരുന്നു. പിന്നെ എനിക്ക് അധികം ഹൈറ്റ് ഉണ്ട്, അപ്പോൾ വെയിറ്റും കുറവ്, അതുകൊണ്ടായിരിക്കാം വേദന വരുന്നത് എന്നുള്ള ഒരു കാര്യമായിരുന്നു. കാൽഷ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഹൈറ്റ്, പിന്നെ ടെൻഷൻ കാരണം. ടെൻഷൻ അല്ല, ഞാൻ കുറെ ഓടുമായിരുന്നു. എനിക്ക് സ്പീഡിൽ വീട്ടിലെത്തണം, സ്കൂൾ വിട്ടാല് പെട്ടെന്ന്. അല്ല, അതല്ല ഞാൻ കോമൺ കോസസ് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ സൊമാറ്റിക് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. അങ്ങനെ ഏതായാലും വേറെ +2 കഴിഞ്ഞു, ക്രാഷിന് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ആ ടൈമിൽ എനിക്ക് പെയിൻ ആയിരുന്നു. പക്ഷെ ഞാൻ
കാണിച്ച് പിന്നെ ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കുറച്ച് വേദന ആശ്വാസം ഉണ്ടാവും. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, കുറച്ച് ടൈമിൽ എനിക്ക് പെയിനൊക്കെ ഒന്ന് സ്റ്റോപ്പായ പോലെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻട്രൻസിന് പോകണം, എന്തായാലും പോകണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ അടുത്തുള്ള ഒരു എൻട്രൻസ് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി കുറച്ച് ഒരു 5 months അത്രേ പോയിട്ടുണ്ടാവും. അത്ര പോകാന്ന് വെച്ചാൽ ആ 5 months തന്നെ കുറേ പെയിൻ വന്നിട്ടുണ്ടാവും. കാരണം പെയിനാണ്, ഉറങ്ങാൻ പറ്റാൻ, അങ്ങനെ ഉറങ്ങാൻ തീരെ എനിക്ക് വേദന കൊണ്ട് വേദന കൊണ്ട് ഉറങ്ങാനേ പറ്റൂല. ഈവൻ ഫുഡ് പോലും കഴിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. മാത്രമല്ല ഞാനൊരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ബസ് ഇങ്ങനെ ഇറങ്ങലും ഞാൻ വീഴും ഒരുമിച്ച്. അപ്പം ആ ടൈമിലാണ് എന്നെ എടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്. യെസ്. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ആദ്യം ഒന്നും എന്താ പറയുക, കാലിനല്ലേ വേദന, എനിക്ക് വേദന എവിടുന്നാന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം തൊട്ട് കാണിക്കുമ്പോൾ സെൻസേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് സെൻസേഷൻ ലോസ് ആണ്, അങ്ങനത്തെ ഒരു ഇതെനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ എവിടുന്നാ വേദന നോക്കുമ്പോൾ എനിക്ക് പറയാൻ കാലിന്ന് മാത്രം ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പം കാലിന് വേണ്ടിയിട്ട് MRI കാര്യങ്ങളൊക്കെ എടുത്തപ്പം നോർമലാണ്, ഒരു പ്രശ്നവുമില്ല, കാലിന്റെ മാത്രം ഒരു കുഴപ്പമില്ല. കാരണം എങ്ങനത്തെ വേദന എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് സ്പൈനെ പറ്റിയൊന്നും ആ ടൈമിൽ കൂടുതൽ ചിന്തിക്കൂലല്ലോ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഓർത്തോയിലാണ് ഫസ്റ്റ് കാണിച്ചത്. അപ്പൊ പറഞ്ഞു പിന്നെ എനിക്ക് എൻട്രൻസിന് പഠിക്കാൻ വേണ്ടിയായിട്ട് വീട്ടിലെ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് പാരന്റ്സ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ എന്നെ ഇംഹാൻസിൽ കാണിച്ചു. മാനസിക രോഗത്തിന് അല്ല. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, അത് നമ്മൾ മൊത്തത്തില് ഇപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിൽ നമ്മളെ മെഡിസിനിലുള്ള സമയത്ത് ഒരു പയ്യന്റെ കേസ്, ഒരു ചെക്കനാ, ഒരു 10th പഠിക്കുന്ന ഒരു പയ്യൻ, ആ ഒരു റേഞ്ചേ ഉള്ളൂ. ഇവന് നടക്കാൻ പറ്റുന്നില്ല, 2 കാലും കുഴച്ചില്ല. അപ്പോൾ നടക്കാൻ പറ്റാതെ 15 ദിവസത്തോളം അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇവനെ പലപ്പോഴും ഈ ബ്ലഡ് എടുക്കാനുള്ള ബ്ലീഡർ ലേറ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ പലപ്പോഴും ഞാൻ വരെ ബ്ലഡ് എടുത്ത് വിട്ടിട്ടുണ്ട്. ഇവൻ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്യുന്നു, എല്ലാ ഇൻവെസ്റ്റിഗേഷനും നോർമലാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ദിവസം നമ്മൾ മെഡിസിനിലെ അന്ന് ഷമീർ സാറല്ല, ഞാൻ പേര് മറന്നുപോയി സാറിൻ്റെ, സാർ ഒരു ദിവസം വെറുതെ എന്നോട് പറഞ്ഞു, നീ അങ്ങ് നടക്കടാ. പറഞ്ഞ് നടക്കാൻ വയ്യ, 2 കാലും പൊന്തുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ പിടിച്ചോളാം, നീ വീടാ ഞാൻ പിടിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഇവനെ അങ്ങ് നടത്തിച്ച്. ഇവ ആദ്യമൊക്കെ വീഴുന്നുണ്ട്, സാറ് പിടിക്കുന്നുണ്ട്, കുറച്ചും കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് നടന്നുപോയി. ഇവന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില കേസിലൊക്കെ. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് പെയിന് കാണാറുണ്ട്. എനിക്ക് പെയിൻ എവിടുന്നാന്ന് ഇവർക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു പെയിൻ ആയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇംഹാൻസിലേക്ക് നിന്നെ റെഫർ ചെയ്തു. അവിടെ പോയി നോക്കുമ്പോൾ മെന്റലി എനിക്ക് യാതൊരു പ്രശ്നമില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് വേറെ ഒരു ദിവസം വന്നോ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് ഒക്കെ എടുത്ത് പോകുന്നുണ്ടാ. ഇപ്പോൾ ഡേറ്റ് എടുത്ത് പോകുന്ന കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ച് റിപ്പീറ്റിന് തന്നെ കയറി. അപ്പം കുറച്ച് അതൊരു 10 days ഇത്രേ പോയിട്ടുണ്ടാവുള്ളൂ. വേദന ഒരു അങ്ങോട്ട് തിരിഞ്ഞെടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഫുള്ള് പെയിനോ എന്താ പറയുക, ഉറക്കേ ഇല്ല. അങ്ങനെയാണ് തിരിച്ച് ഉമ്മ വന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോന്നത്. വീട്ടിലേക്ക് പോയി കുറേ ചോദിച്ചു, എനിക്ക് എന്താ പ്രശ്നം, എനിക്ക് എൻട്രൻസ് പറ്റാണ്ട്, പേടിക്കണ്ട, ഞങ്ങളോട് തുറന്ന് പറഞ്ഞോ എനിക്ക് പറ്റോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന കാര്യമില്ലല്ലോ, നിൻ്റെ ഇഷ്ടത്തിന് പോയതല്ലേ. ഞാൻ പറയാം, അതല്ല, എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പെയിനും ഉണ്ട്, യാതൊരു വിധ രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാത്രി പെയിന് നല്ല കൂടി. ആ സമയത്തൊക്കെ മുഴുവൻ സമയം വേദന, ഫുൾ ടൈം വേദന. ഞാൻ ഈവൻ ടൈഗർ ബാം ഒക്കെ ഇല്ലേ, നല്ല റെഡ് കളറിൽ വരുന്ന, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും. എവിടെയാന്ന് വെച്ചാൽ എവിടെയൊന്നുമില്ല, ഇങ്ങനെ ഫുള്ളായിട്ട് ലെഗ് മൊത്തം, 2 ലെഗും ഫുൾ പെയിൻ. അങ്ങനെ ഞാൻ അന്ന് രാത്രി ആ വേദന ഓവറായിട്ട് കൂടി. അപ്പം പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി, നമ്മൾ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് ലെറ്റർ എഴുതി. അപ്പോഴത്തേക്ക് രാവിലെ 4 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ കേശുവായിട്ടിലെത്തേക്ക് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടുന്ന് വീണ്ടും കോളേജിലേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ന്യൂറോളജി OPയിൽ കാണിക്കണമെന്ന്. അങ്ങനെയാണ് അന്ന് രാവിലെ ന്യൂറോളജി OPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ. അവിടെ പോയി ഇവർ നമുക്ക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് ഫുഡ് ഡ്രോപ്പ് വരുന്നുണ്ട്. മാത്രമല്ല
ഞാൻ ഇട്ട ചെരുപ്പൊക്കെ ഇല്ലേ കാല് നൂരിപ്പോവാ, പിന്നെ എനിക്ക് ഇടാനാവുന്നില്ല. ഫുഡ് ഡ്രോപ്പിന്റെ ഒരു ഇതാണല്ലോ ഫീച്ചറാണ്. അപ്പൊ ഞാന് പിന്നെ അവർ തൊട്ട് നോക്കി, സംഭവം എനിക്ക് സെൻസേഷൻ ഇല്ലാത്തോട് അവർ എന്നോട് കാരണം കണ്ണടിച്ചിട്ട് അവർ ടച്ച് ചെയ്ത് നോക്കുന്നൊന്നും എനിക്ക് സെൻസേഷൻ ഇല്ല. അപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ. ഗഫൂർ സാറായിരുന്നു, ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറല്ലേ ഇപ്പൊ HOD? ഇല്ല, സാർ ഇപ്പൊ റിട്ടയർഡ് ആയി. ഞാനുള്ളപ്പോ സാറായി. അപ്പം പിന്നെ സാറ് പറഞ്ഞു പെട്ടെന്ന് എല്ലാ ടെസ്റ്റും ചെയ്തു, പക്ഷെ ആ ടെസ്റ്റൊക്കെ നോർമലാണ്. എനിക്ക് ഈ ഒരു സെൻസേഷൻ കുറേ. അങ്ങനെയാണ് അവർ നമ്മുടെ സ്പൈനിൻ്റെ MRI എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ കിടക്കാൻ പറ്റില്ല, ഒരു 2 മിനിറ്റ് അടങ്ങി കിടക്കാൻ പറ്റില്ല, കാല് ഞാൻ ഇളക്കും. അവരെനിക്ക് അനസ്തേഷ്യ തന്നു, എന്നിട്ട് പോലും ഞാൻ കാലനക്കിന്ന് പറഞ്ഞിട്ട് MRI അവർ കിടത്തും. കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ അവരെ മോണിറ്ററിങ്ങിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 16 പ്രാവശ്യം എടുത്തിട്ടുണ്ടാവും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു MRI കിട്ടേണ്ടിട്ട്. അത്രയും ടൈം അവരെനിക്ക് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ടൈമിൽ. അപ്പം അങ്ങനെയാണ്, ഞാൻ അറിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് 20 days ആയി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഡിസ്ചാർജ് ആണ് നാളെ. മാത്രമല്ല അവിടെ 2 റെസിഡൻസ് ഉണ്ടായിരുന്നു, PG, ഡോക്ടർ സന്ദീപ്, ഡോക്ടർ പോള്. ഇവര് പറഞ്ഞിട്ടുണ്ട് എന്നോട്, മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് എന്തായാലും ഡോക്ടർ അവിടെ നിന്ന് ഉറപ്പിച്ച ആദ്യത്തെ ഒരു പീരീഡ് അവിടെ കിടക്കുന്ന കാലാണ്. അവിടുത്തെ ഡോക്ടർമാരിൽ നിന്ന് നഴ്സുമാരിൽ നിന്നൊക്കെ കിട്ടിയ കെയർ ഇത്രയും അടിപൊളിയായിട്ടുള്ള റെസിഡൻസിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരെൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെ അന്വേഷിക്കുമല്ലോ, എനിക്കപ്പോൾ പ്രായം 17 ആണല്ലോ. അപ്പം ഞാൻ മാത്രം വാർഡിൽ ഒരു ചെറിയ കുട്ടി, ബാക്കിയൊക്കെ വലിയ ആൾക്കാർ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്താൽ എനിക്ക് പെയിൻ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരെൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാണ് പഠിക്കുന്നത്, നമുക്ക് പഠിക്കണ്ടെങ്കിൽ നാളെ ഞാൻ ബയോളജീൻ്റെ ടെക്സ്റ്റൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് അവർ ബയോളജീൻ്റെ ടെക്സ്റ്റൊക്കെ വരുത്തിച്ച്, എന്നിട്ട് ഞാനിങ്ങനെ വായിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് സാറ് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. നീലി ഡോക്ടർ പോൾ എന്ന് പറയുന്നൊരു സാറുണ്ട്, ആ സാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ നാളെ അവരെ കാണുമ്പോൾ അവരോട് കുറച്ചുകൂടി ഉത്തരം പറയാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടി വായിക്കായിരുന്നു. അങ്ങനെ തന്നെ ഭയങ്കര. അതുപോലത്തെ അവിടുത്തെ നേഴ്സുമാർ എന്നുവെച്ചാൽ ഞാൻ ഉറങ്ങൂലല്ലോ, എൻ്റെ ഉമ്മ ഉറങ്ങൂല. ഉമ്മക്കാണെങ്കിൽ എന്നെ നോക്കണം, കാരണം ഞാൻ ബെഡിൽ നിന്ന് താഴെ വെക്കും, കാല് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, താഴെ വെക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ആ നേഴ്സുമാർ എന്നെ എടുത്ത് ഇരുന്ന് കാവൽ കുത്തിർന്നിട്ട് നേരെ അത്രയും അവരെന്നെ എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവരത്ര എനിക്ക് വേണ്ടി ചെയ്തു. മച്ചു അവരുണ്ടായിരുന്നു ആ സമയത്ത്, എൻ്റെ ഫ്രണ്ട്, നമ്മുടെ കോമൺ ഫ്രണ്ട് ആണ് മൻസൂർ. അപ്പം അവിടുന്ന് ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിൽ പോകുന്നത്. എന്നോട് പറയുന്ന മെഡിസിൻ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, നീ ഏതായാലും സമാധാനായി, വീട്ടിലേക്ക് പോയി. അന്ന് എന്നോട് പറയുന്നത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നമുക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോയി നോക്കാൻ, ന്യൂറോളജീനെ ഇവിടത്തേക്കാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. അതുപോലെ ശ്രീചിത്ര ഇല്ലേ, അതും ഉണ്ടല്ലോ, അവിടെയും കാണിക്കാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് എന്നോട് പറയുന്നത്. എനിക്ക് ഇതിനെ പറ്റി ഒന്നും ഐഡിയ ഒന്നുമില്ല. മെഡിക്കൽ കോളേജ് അറിയാം, ശ്രീചിത്ര അതിനെ പറ്റി ഒന്നും വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഫോണൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എന്തായാലും മതി, നടന്നാൽ മതി, എവിടെ ആണെങ്കിലും ഞാൻ പെയിനൊന്ന് കുറച്ച് കുറയുവാണ്. അതാണ് ഇന്ന് ഫസ്റ്റ് എൻ്റെ സ്വപ്നം, അതാണ് അന്നത്തെ മൈ ഡ്രീം. അങ്ങനെയാണ് ഞാൻ അവരെന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ അവിടെ എത്തി എപ്പോഴാ ക്യാൻസർ ആണെന്ന് അറിയുന്നത്? നീ അറിയുന്നത്? ഞാൻ അറിയുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ല, മൻസൂർ ഞാൻ പറഞ്ഞു ഞങ്ങൾ കോമൺ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ഈസ് എ ഡോക്ടർ, എൻ്റെ ബാച്ച്മേറ്റ് ആണ്, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അവൻ ഇതുപോലെ അവന് ഇതുപോലെ പെട്ടെന്ന് ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്, ഫൈനൽ ആവറേജ് എക്സാമിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, അവന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. അവന് NHL ആയിരുന്നു, നോൺ ഹോഡ്കിൻ ലിംഫോമ. അപ്പം അങ്ങനെ മൻസൂർ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈം അറിയുന്നത്. അവൻ എന്താ പോകുന്നതിൻ്റെ, അതായത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതിൻ്റെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നോട് എങ്ങനെ പോകുന്നു, എനിക്ക് വേദനക്കുറവ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്തായിരുന്നു, നീ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ പറഞ്ഞു. നമ്മൾ പനി വന്നാൽ എന്താ ചെയ്യാന്ന് വെച്ച് ഞാൻ പറഞ്ഞു പാരസെറ്റമോൾ കുടിക്കും. ഓക്കെ, എന്നിട്ടോ നമുക്ക് മാറും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുന്നതാണ്. ഓക്കെ, എന്നാൽ പിന്നെ നീ ഇപ്പോൾ പോകുന്നത് വേറൊരു കാര്യത്തിനാണ്, വാപ്പയും ഉമ്മയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നോട് എൻ്റെ വെർട്ടിബ്രയിൽ ട്യൂമർ ഉണ്ട്,
അപ്പം നമ്മൾ പോകുന്ന എന്തിനാ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മെഡിസിൻ എടുക്കും, തിരിച്ചു വരും, എന്നിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, ഒരു പ്രശ്നമില്ല. അപ്പം അതുപോലെ പോവുക, എന്നിട്ട് എന്താ ഉഷാറായിട്ട് വേഗം തിരിച്ചു വരിക. അപ്പോഴേ എന്നോട് പറയായിരുന്നു എൻ്റെ ജൂനിയറായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരണം, എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പക്ഷെ എനിക്ക് കേട്ടിട്ട് എനിക്ക് എന്തോ ആദ്യം അങ്ങനെ പറഞ്ഞ് പനി വന്നിട്ട് മരുന്നെടുക്കുക, എനിക്ക് അതേ രീതിയിലായിരുന്നു എൻ്റെ മൈൻഡ്. മരുന്നെടുക്കും, മാറുന്നു, ആ ഒരു ലെവലിലാണ് പിന്നെ എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ്. ലൈക്ക് ഞാൻ കീമോ തെറാപ്പി ഒക്കെ എടുത്തെങ്കിൽ എൻ്റെ ഡോക്ടറോട് ചോദിച്ചാൽ മതി, ആരും അങ്ങോട്ട് ചോദിച്ചിട്ട് കീമോ എടുക്കണമെന്ന് പറയില്ല. ഞാൻ പോയിട്ട് കറക്റ്റ് 21 days ആകുമ്പോഴത്തെ എൻ്റെ നെക്സ്റ്റ് കീമോ എപ്പോഴാണ്, എന്തിനാണ് ഡിലേ ആക്കുന്നത്. എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ, കീമോ എടുക്കുക, മാറും, തിരിച്ചു വരും. അല്ലാതെ ഞാനൊരു വേറെ ബാഡ് കണ്ടീഷനിലേക്കോ വേസ്റ്റ് ആവുമെന്നോ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് പനി വന്നിട്ട് പാരസിറ്റമോൾ വെച്ച് നമുക്ക് മാറുന്നില്ലേ, അതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞിട്ടില്ല അതിന് വേണ്ടിയിട്ട്. ഈവൻ ബാക്കിയുള്ളവരൊക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഉമ്മ, എൻ്റെ പാപ്പ ഒക്കെ എല്ലാവരും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല. ഈ രോഗം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള അവരറിയില്ല. കാരണം എന്താ പറയുക, അവർ RCC ഞങ്ങൾ അവിടെ എത്തി, ട്രിവാൻഡ്രത്ത് എത്തി. എൻ്റെ മാമനുണ്ട്, ഞാൻ, എൻ്റെ പാപ്പ, ഉമ്മ, ഞങ്ങൾ 4 പേരാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ അവിടെ എത്തി RCC ബോർഡ്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്ന വലിയ ബോർഡല്ലേ. അപ്പോൾ ഇവരെൻ്റെ ആ ടൈമിൽ കറക്റ്റ് എൻ്റെ മുഖം തിരിച്ചും വെച്ച് വേറെ എന്തോ വെച്ചിട്ട് കറക്റ്റ് മുമ്പ് ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. അപ്പം എനിക്കറിയാം എവിടെയാ കൊണ്ടുപോകുന്നത്. ഓൾറെഡി പറഞ്ഞു RCCയിലേക്കാണ് പോകുന്നത്, RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ വന്ന് ഉമ്മനോട് ചോദിച്ച്, അറിയാത്ത പോലെ ചോദിക്കുന്നത്, ഉമ്മ എന്തിനാ ഇവിടെ ഡോക്ടറെ കാണാൻ ഇത്ര പ്രശ്നം എന്താ, നമുക്ക് വേഗം പോവാം. ഉമ്മനെ ആയിക്കില്ല മോളെ, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ എൻ്റെ ഡോക്ടറടുത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നല്ല ലേറ്റായിട്ട് പോയിട്ട് ഉള്ള ഒരാളാണ്. അന്ന് എന്നെ അഡ്മിറ്റ് ആക്കി, അന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് രാത്രി 11 മണിക്ക് ഫസ്റ്റ് കീമോ എടുത്ത ആളാണ് ഞാൻ. ഓൺ ദ സെയിം ഡേ. അതായത് പ്ലാനിങ് എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ്. ഡോക്ടർ രാത്രി 12 മണി 1 മണിയായിട്ട് എൻ്റെ അടുത്ത് പോയിട്ടില്ല വീട്ടിലേക്കൊന്നും. അപ്പം അന്ന് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ടൈമിനനുസരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ആദ്യമായിട്ട് വേദന ഇല്ലാതെ ഉറങ്ങിയത് എത്ര വർഷത്തിന് ശേഷം? എത്ര വർഷത്തിന്? 1.5 വർഷത്തിന് ശേഷം വേദന ഇല്ലാത്ത ഉറക്കം. അന്ന് ആദ്യമായിട്ട് കിടന്നുറങ്ങി. അത് RCCന്റെ വാർഡിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഫുൾ അപ്പുറത്ത് അറിയില്ല, വാർഡ് കണ്ടിട്ടുണ്ടോ? അത് അവിടെ പോകണം, അവിടെ പോയാൽ വേറെ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. കാരണം എനിക്ക് എൻ്റെ വേദനയൊന്നും ഒന്നും അല്ലായിരുന്നു ആ ടൈമില്. ബാക്കിയുള്ള ആൾക്കാരുടെ സഫറിങ് കാണുമ്പോൾ കാണുന്ന വെച്ചാല് എൻ്റെ അടുത്ത തൊട്ടിപ്പുറത്ത് ഞാൻ പോയ സമയത്ത് തന്നെ തൊട്ടിപ്പുറത്തുള്ള അവര് മരിച്ചു കിടക്കുക. ഞാൻ അറിയില്ല അവരെൻ്റെ അടുത്ത് മരിച്ചു കിടക്കുകയാണെന്നുള്ളത്. ഞാൻ ഉമ്മാനോട് ചോദിച്ചു രാവിലെ, അപ്പൊ ഇതെന്താ ആ ചേച്ചി പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് അവരിങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രസ് മാറ്റിയ അങ്ങനെയാ ഫുള്ള് കവർ ചെയ്തിട്ട്. ഞാൻ വിചാരിച്ചു അവര് ഡ്രസ്സ് മാറ്റിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്നോട് ചോദിച്ച്, ഞാനും ബാത്റൂം ഞാൻ ഫ്രഷ് ഒക്കെ ആയി വന്ന ടൈമിൽ ഞാൻ ചോദിച്ചു, ഇതെന്താ ആ ചേച്ചി എവിടെ പോയി? ആ ചേച്ചി പോയി മോളെ ഒരു സുഖമായിട്ട് പോയിന്ന് പറഞ്ഞു. ഇവര് മരിച്ചു പോയതാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അറിയുന്നത് അവര് മരിച്ചിട്ട് കൊണ്ടുവരാ. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഒന്നൊന്നുമല്ല, ഞാനൊരു 10 times ഒക്കെ സെയിം സിറ്റുവേഷൻ. ഒരു പേടിയൊന്നും തോന്നിയിട്ടില്ല? ഒരു പേടിയില്ലായിരുന്നു എനിക്ക്. കാഷ്വാലിറ്റിയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ മരിച്ചിട്ട് ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്, അവർ മരിച്ചെടുക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ BP നല്ല ലോ ഇത്രയും ലോ ആയിട്ട് പെട്ടെന്ന് ട്രിപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പോകുമ്പോണ്ട് ഒരു കാലിങ്ങനെ കെട്ടിട്ടിട്ട് ശരിക്കും എല്ലാവർക്കും പേടിയല്ലേ, പക്ഷെ എനിക്കെന്താ അറിയില്ല, അങ്ങനത്തെ ഒരു പേടിയൊന്നും വന്നിട്ടില്ല. പിന്നെ എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആ സമയത്ത്. എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് സർവൈവ് ചെയ്യുന്നില്ല ഇപ്പോഴും ആ മൈൻഡ് സെറ്റ് തന്നെയുള്ള. ഞാൻ ഈ വീഡിയോ ഇന്ന് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന ദിവസം പോലും ഇവള് ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ വരുന്നത്. സ്റ്റിൽ
എന്താ പറയുക, അവൾ ആ ഒരു ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിലും പീരിയോഡിക് ചെക്കപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കാലിന് ഇഷ്യൂ ഉണ്ട്. കാലിന് ഇപ്പോഴും അവൾ നിരന്തരമായിട്ട് വേദനയുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, ഊരക്ക് പ്രശ്നമുണ്ട്. കുറേ സമയം ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോഴും വേദനയുള്ള ഒരാളാണ് അവൾ. അവളുടെ ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവന് ഉറങ്ങൂല രാത്രി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ ഉറങ്ങലില്ല, അവനും ഉറങ്ങലില്ല, അവൻ കാലൊഴിഞ്ഞ് തരലാണ് രാത്രി മൊത്തം. അപ്പോൾ ആ വേദനകളൊക്കെ സർവൈവ് ചെയ്ത് വന്ന, ഇപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സെഹ്റ. ഇപ്പോൾ RCCയിലെ കീമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കീമോൻ്റെ പെയിന് നന്നായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ചോദിക്കണോ? അല്ല, അത് പലപ്പോഴും കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് നമ്മളെ വീഡിയോ കാണാൻ പലരും കുട്ടികളുണ്ടാവും, പേരൻസ് ഉണ്ടാവും. കീമോതെറാപ്പി ഫസ്റ്റ് എടുത്തു. കീമോയുടെ ഏറ്റവും വേദനാജനകമായ അവസ്ഥ, ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ എന്തായിട്ടാണ് ഫീൽ ചെയ്ത്? അതോ ഫുഡ് വായിന്ന് താഴോട്ടേക്ക് ഇറങ്ങൂല. ഫുള്ള് മുറിയായിരിക്കും ഉള്ളിലെല്ലാം. ഞാനിങ്ങനെ ഈത്തപ്പഴം ഇങ്ങനെ ബോള് പോലെ ആക്കും എൻ്റെ ഉമ്മ. എന്നിട്ട് അത് എന്നെ പറയും അങ്ങ് അറ്റത്ത് കൊണ്ടുപോയി വെക്കാൻ പറയും. വേഗം വെള്ളം കുടിച്ചാൽ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേഗം വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ മാത്രമേ ഞാൻ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. അന്ന് വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു? 28. സെഹ്റ ഏകദേശം എൻ്റെ അതേ ഹൈറ്റുള്ള ഒരാളാണ് കേട്ടോ. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു 80 kg ഉണ്ട്. അപ്പോൾ എൻ്റെ അതേ ഹൈറ്റുള്ള ഒരാൾ 20 kg ആവണമെങ്കിൽ എത്ര? ഞാൻ കണ്ടിട്ടുണ്ട് അന്നത്തെ ഫോട്ടോ. ഒരു എല്ലും തോല് പോലെ ആയിട്ട്, മുടിയൊന്നും ഇല്ല, അതായത് ഞാൻ തന്നെ പറയും എന്റെ ബോഡി നോക്കിയാൽ ഒരു രൂപം കറക്റ്റ് മനസ്സിലായിരുന്നു എനിക്ക്. ഞാൻ വേണേ 206 ബോൺസും ഉണ്ടായിരുന്നു എന്റെ ബോഡിയിലുള്ള. പിന്നെ സ്ഥിരമായിട്ട് ഇതിന്റെ ഇഞ്ചക്ഷൻസ് വെക്കുന്ന, അതായത് ഒരിക്കലും എൻ്റെ മാഡം കരഞ്ഞ ഒരു ടൈമുണ്ട്. കാരണം ഞാൻ ഈ ആന്റിബയോട്ടിക്സ് വെക്കും നമുക്ക് WBC കുറഞ്ഞാല്. അപ്പം ഞാൻ ആന്റിബയോട്ടിക്സ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടായിരുന്നു. ഒന്നുമില്ല, എൻ്റെ എവിടെ സ്ഥലമില്ല എനിക്ക്. എവിടെയാണ് അവർ ഇഞ്ചക്ഷൻ വെക്കുക, ക്യാനുലിടാൻ ഒരു സ്പേസ് ഇല്ല എനിക്ക്. അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു. ഈ ബ്ലഡൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പ്രഷർ ചെയ്ത് വെയിന് എങ്ങനെയെങ്കിലും കിട്ടിക്കാനല്ല, നമുക്ക് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് വേണ്ടേ, അതുപോലും കിട്ടില്ലായിരുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന്. അത്രയും വീക്കായിരുന്നു. WBC 200 ഒക്കെ ആയിട്ടുണ്ട്. 200 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ആ ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് നീറ്റ് എക്സാം എഴുതാൻ പോകണം. ഒന്നുമില്ല, പെട്ടെന്ന്. അതായത് അപ്പോഴാണോ പിന്നെ വീണ്ടും തുടങ്ങുന്നത്? അതായത് ആദ്യം ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നു, അതിന്റെ ഇടയിൽ പഠിച്ചു. പിന്നെ കീമോ എടുക്കാൻ പോയപ്പം നമുക്ക് ബുക്കുമായിട്ടുള്ള ടെസ്റ്റിങ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ മാഡം ഇങ്ങനെ പറയുമായിരുന്നു നീ എന്തെങ്കിലും ചെയ്യണം. ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോയതിന് മാമിനൊക്കെ ഞാൻ കുറെ കവിതയൊക്കെ എഴുതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയൂ എന്തെങ്കിലും ചെയ്തോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് ക്യാൻസറാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആവില്ല എന്നുള്ളൊരു മൈൻഡ് എനിക്കില്ലായിരുന്നു. എനിക്ക് എല്ലാവരെയും പോലെ എല്ലാം ചെയ്യണമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ട് ഗിഫ്റ്റ് ചെയ്യും. അപ്പോഴാണ് എന്നോട് ചോദിച്ചത് പൈനോട്ട് നമുക്ക് തുടങ്ങിക്കൂടെ. മേഡാണ് നിന്നെ രണ്ടാമത്, അതായത് ആദ്യം നിർത്തി കൊടുത്തുനിന്ന് രണ്ടാമത് നിന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് നിന്റെ ഡോക്ടർ. അവരുടെ പേര് ഡോക്ടർ ദീപ സൂസൻ ജോയ് ഫിലിപ്പ്. മേഡത്തെ കുറിച്ച് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യണം. സ്പെഷ്യലായിട്ട് തന്നെ നീ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നീ സെഹ്റനോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയാരെന്ന് വെച്ചാൽ നീ ഓൾവേസ് പറയുന്ന പേരാണ് മേഡത്തിൻ്റെത്. മേഡത്തെ കുറിച്ച് നമുക്ക് അവസാനം ഒന്ന് വിശദമായി തന്നെ പറയാം. അപ്പൊ അപ്പോഴാണ് നീ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറയൂ പഠിച്ചിട്ട് വരണം നമുക്ക്, ഞാൻ ചോദിക്കാം. കാരണം മാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ MBBSന് എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങിയ ആളാണ്. യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പം മാമിൻ്റെ കാര്യമൊക്കെ പറയാം നമുക്കും ഉണ്ടാവില്ല ആഗ്രഹം അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ. അപ്പം ആള് ഒരു സർവൈവറാണ്, ക്യാൻസർ സർവൈവറാണ്. പക്ഷേ അത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബയോളജി മോസ്റ്റ്ലി ഫസ്റ്റ് നമ്മൾ ബയോളജിയിലെ നോക്കുക. അപ്പം ബയോളജി IR സ്കോർ 366 കിട്ടിയാൽ നമുക്ക് കുറച്ച് സ്കോർ ആവുമല്ലോ. അപ്പം ഞാൻ ആദ്യം തന്നെ ബയോളജി പഠിക്കാൻ തുടങ്ങി. മാമിൻ്റെ അടുത്ത് ഞാൻ അതായത് ഇടവിട്ട് എനിക്ക് ചെക്കപ്പിന് പോകണമായിരുന്നു. അപ്പം ഞാൻ ആ പോകുന്ന ടൈമിലൊക്കെ മാമിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഞാൻ ആൻസർ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണം. അവരൊക്കെ ചോദിക്കുന്നുണ്ട് നീ എഴുതോ, ലൈക്ക് എനിക്ക് പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നു, എനിക്കെന്താ പ്രശ്നം, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് കിടക്കുകയാണെങ്കിലും എനിക്ക് വായിക്കാം. കാരണം ഞാൻ ഓൾറെഡി കുറേ ബുക്സൊക്കെ വായിക്കലുണ്ട്, വെറുതെ കിടക്കലില്ല.
ബുക്സ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ബുക്സൊക്കെ വായിക്കുമ്പോഴത്തേനും അപ്പം ഞാൻ അതൊക്കെ വായിക്കലുണ്ട്. അതുപോലെ എനിക്ക് എന്തുകൊണ്ട് ഇതും പഠിച്ചുവിടാ എന്നുള്ളൊരു രീതിയായിരുന്നു. ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഫിസിക്സ്, കെമിസ്ട്രി ഓരോന്നായിട്ട് വീണ്ടും തുടങ്ങി. എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു, അവരെ ഹെൽപ്പോടുകൂടി. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആയിട്ടാണ്, ഫുൾ ഓൺലൈൻ ആയിട്ടാണ് അന്ന് പഠിച്ചത്. അപ്പം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നീറ്റിന് അപ്ലൈ ചെയ്തോ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം കീമോ ആണ്. കീമോ എടുത്താൽ ഫസ്റ്റ് 10 days നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഫുൾ ബോഡി കംപ്ലീറ്റ് പെയിൻ ആയിരിക്കും. കാരണം കീമോ എടുത്താൽ നമുക്ക് കാലിനല്ലേ ആദ്യം എനിക്ക് പെയിനുള്ളത്, കംപ്ലീറ്റ് പെയിൻ ആയിരിക്കും എനിക്ക് ബോണിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം ഞാൻ ആ ഒരു 10 days ഞാൻ എന്നാലും എനിക്ക് ഇരിക്കോ എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് പോകും. പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നിലേക്ക്, എനിക്ക് ഈ പെയിനിലേക്കോ അല്ലെങ്കിൽ എനിക്ക് വേറെ ചിന്ത വരുന്നില്ല. ഞാൻ തന്നെ മനസ്സിലാക്കി വേദന മറക്കാൻ വേണ്ടി പഠിക്കുന്നു. അങ്ങനെ ഞാൻ പഠിക്കും. അപ്പോൾ ഒരു ദിവസമൊക്കെ ഉത്തരനെ ഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഉമ്മയൊക്കെ ഇങ്ങനെ ചീത്ത അറിയായിരുന്നു, ഇങ്ങനെ ഉറക്കമെന്ന് വെച്ചിട്ട് ഇങ്ങനെ. കാരണം ഒന്നാമത് ഹോസ്പിറ്റലിലൊക്കെ ഇരുന്നിട്ടല്ലേ ഇത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കഴിച്ചാലും അതങ്ങനെ തന്നെ പുറത്തോട്ട് ലൈക്ക് ബക്കറ്റ് മൊത്തം വോമിറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു ഞാൻ, ഒന്നും കഴിക്കാൻ പറ്റൂല. പക്ഷെ കീമോ എടുക്കുമ്പം എല്ലാവരും പറയാ, സാധാരണ ഞാൻ കുറേ ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്, അവർക്കൊക്കെ കീമോ എടുക്കുമ്പോൾ അവർ പറയും ഒന്നും ചെയ്യാനോ, ചിലവരൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ നിലവിളിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ എന്താ വെച്ചാൽ കീമോക്ക്, അതായത് നമുക്ക് ക്യാനുലായിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്താൽ അന്നേരം പൊച്ച മൂടി കിടന്നുറങ്ങും. കീമോ എടുക്കുന്ന ടൈമിലാണ് ഞാൻ കിടന്നുറങ്ങുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനാവില്ല, കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പ്രശ്നങ്ങളായിരിക്കും. ആ ടൈമിൽ ഞാൻ കിടന്നുറങ്ങായിരുന്നു. നല്ല അതൊക്കെ എനിക്ക് പാലിക്കുമ്പോൾ നല്ല ശരിക്കും ഇപ്പോൾ ഉള്ള ആൾക്കാർ പറയില്ലേ വൈബാണെന്ന്, എൻ്റെ വൈബാണ്. അത് എന്താ പറയാ, സിഗ്മണ്ട് ഫ്രോയിഡ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ വിൽ ബി, നമ്മളെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത കാര്യമായിരിക്കും നമ്മൾ റിട്രോസ്പെക്റ്റീവായിട്ട് ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാമെന്ന് ഫ്രോയിഡ് പറഞ്ഞു. അറിയാം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരായിരിക്കും എനിക്ക് എന്തെങ്കിലും സൈക്കോ പ്രശ്നമാണ്. കാരണം ഞാൻ ഇത് പറയുമൊക്കെ ചിരിക്കുക, എനിക്ക് എന്താ അറിയില്ല, എനിക്ക് വേറൊരു ഇമോഷൻ വരില്ല, വരും, ചിരിക്കും, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഹോസ്പിറ്റലിലാണ്, ഫിസിയോ എടുക്കുകയാണ്, ഭയങ്കര വേദനയാണ് വിരാലിക്ക, അതുകൊണ്ട് ഞാൻ വരില്ലെന്ന്, ഇങ്ങനെയൊക്കെയാണ് സേറ എന്നോട് പറയലേ. ആ ടൈമിൽ എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇല്ലാന്നല്ല, വയലൻ്റ് ആവുക. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും കീമോ എടുക്കുന്ന ടൈമിൽ. അതുപോലെ ലൈറ്റ്, സൗണ്ട്, ഈ സ്റ്റെപ്പ്, ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചവിട്ടി പോകില്ല, ആ സൗണ്ട് തന്നെ നമുക്ക് പറ്റും. എൻ്റെ ഉമ്മ അത്രയും കെയർ ചെയ്തിട്ട് ആ ടൈമിൽ, ഞാൻ കീമോ എടുക്കുന്ന ടൈമിൽ ശരിക്കും ആരും വരുന്നതേ അലോഡല്ലായിരുന്നു. കാരണം വെറുതെ അവർക്കും കാരണം ഞാൻ അങ്ങനെ ആയിരിക്കും, അപ്പം അവർക്ക് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. ഞാനും എൻ്റെ ഉമ്മയും ഒരുപാട് അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട്, ഞങ്ങൾ മാത്രം. ഉമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉമ്മ എന്നെ എടുത്തു കൊണ്ടുപോകായിരുന്നു. ഉമ്മനെ പറ്റി പറയുകയാണെങ്കിൽ പറയാം, കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത് ഉമ്മനെ പറ്റി പറയാം. കാരണം പക്ഷെ എന്താ അറിയില്ല, അവരെ ധൈര്യം തോന്നുന്നു എനിക്ക് കിട്ടിയത്. ഉമ്മ ഏത് ഞാൻ കണ്ടിട്ടില്ല, ചെറുപ്പം മുതൽ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ അറിയില്ല. കൂളായിട്ട് കടന്നു, എങ്ങനെയെങ്കിലും അത് ചെയ്തിരിക്കുന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ റെഡി ആവുന്നുള്ള ആ ഒരു മനോഭാവം, അതാണെന്ന് തോന്നുന്നത്. അത് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കീമോ എടുത്ത് അങ്ങനെയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അങ്ങനെ നീറ്റിൻ്റെ ടൈം വന്നു, മെയ്യിലായിരുന്നു. ഇപ്പം May 3 നീറ്റാണെങ്കിൽ May 1 എനിക്ക് കീമോ കഴിയും. അതും 5 days കണ്ടിന്യൂസ് ആയിട്ടുള്ള കീമോ വരിക. അപ്പം May 3 എക്സാം എഴുതണം. May 1 എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇല്ലല്ലോ. പക്ഷേ കോഴിക്കോടാണ് എൻ്റെ സെൻറ്റർ, ട്രിവാൻഡ്രത്തുനിന്ന് കോഴിക്കോട് വരണം. മാമിനോട് പറഞ്ഞു എനിക്ക് എക്സാം എഴുതണം. എന്നോട് ചോദിച്ചു എനിക്ക് പോയി വരാൻ പറ്റുമോ? ഷുവർ, ഞാൻ പോയിട്ട് തിരിച്ചു വരും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാം എനിക്ക് കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ നാഷണൽ ഹോസ്പിറ്റലാണ് ഞാൻ ചെയ്തത്. പക്ഷേ എക്സാം എഴുതാൻ രാവിലെ ഇവിടെ വന്നു, രാവിലെ ഇഞ്ചക്ഷൻ എടുത്തു, എക്സാമിന് പോയി, തിരിച്ചു വന്ന് ഒരു ഇഞ്ചക്ഷൻ ഇവിടെ എടുത്തു,
ഓൺ ദ സ്പോട്ടിൽ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക്. അവിടെ എത്തുമ്പോഴത്തേക്ക് കൗണ്ട് പറഞ്ഞ 200 600 ഉണ്ടായിരുന്നു പോകുമ്പോൾ, എത്തുമ്പോഴത്തേക്ക് 200. പിന്നെ ഞാൻ അഡ്മിറ്റായി, ബ്ലഡൊക്കെ കയറ്റി, പ്ലേറ്റ്ലെറ്റ്. പക്ഷേ എന്ത് ഒരാഴ്ചയായിട്ട് ഞാൻ സെയിം ലെവലിൽ കൂടുന്നില്ല, കൗണ്ട് തീരെ കൂടുന്നില്ല. അവസ്ഥ വളരെ മോശമായി. ഉമ്മ വാപ്പ എല്ലാവരും ഭയങ്കര ടെൻഷൻ. ആ സമയത്ത് ഞാനില്ലേ, ഞാൻ ബുക്ക് വായിക്കുക, അതാ വിറ്റ് ICU കിടന്നു. മാം ഇങ്ങനെ, മാമിന് പ്രശ്നമൊന്നുമില്ല, ഓക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? മാമിന് സംഭവം, മാമിന് ടെൻഷൻ ഉണ്ട്, പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് പെയിൻറ് ചെയ്യൂലേ, ഞാൻ എനിക്ക് പെയിൻറ് വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. പിറ്റേ ദിവസം മുതൽ ഞാൻ വരയ്ക്കാനും തുടങ്ങി. മേഡം കൊടുന്നു പെയിന്റും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും തുടങ്ങി. അവിടെയുള്ള നേഴ്സുമാരൊക്കെ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് വന്ന് എന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. മാം ആണെങ്കിൽ പോകുന്നില്ല അടുത്തുനിന്ന്. കാരണം ഒരാഴ്ചയായിട്ട് എൻ്റെ കൗണ്ടിൽ ഒരു മാറ്റവും വരുന്നില്ല. കാരണം കുറച്ചൊന്ന് ഇൻക്രീസ് ആയാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പം വീട്ടിൽ നിന്ന് എൻ്റെ മാമനൊക്കെ വിളിച്ച്, മാമനൊക്കെ ഗൾഫിലായിട്ടെ, അവരൊക്കെ വരണോ, കാരണം കണ്ടീഷൻ എന്താണ്. പക്ഷെ ഉമ്മ പറയും നോക്ക് കുഴപ്പമൊന്നുമില്ല, ഓളിവിടെ എല്ലാവരോടും. അപ്പുറത്തിരിക്കുന്ന ചേച്ചീനെ വരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ആ ചേച്ചി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ കളിക്കാൻ കൂട്ടിയ ആ ചേച്ചീനെ. ചേച്ചിക്ക് 2 മക്കളൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ചേച്ചി എൻ്റെ കൂടെ കളിക്കായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെഡ്, പിന്നെ ഫുള്ള് ഞാള് ചുറ്റിരുന്ന് കളിക്കുന്നത്. അത് ആ ഒരു സമയമൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര. പക്ഷെ വീട്ടുകാരും ഇവരൊക്കെ നീ കയ്യിൽ നിന്ന് പോയി തന്നെ വിചാരിച്ച് കരയുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ നീ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി പലതും. ആ ഒരു കാര്യമാണ് നീ എന്തായാലും ഇത് നേടുന്ന ഉറപ്പിച്ചുള്ള. ഞാൻ MBBS ചേർന്ന് ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, പക്ഷെ MBBS ജോയിൻ ചെയ്യുന്ന നീ ഉറപ്പിച്ചൊരു പോയിന്റ് നീ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നീ തന്നെ ഒന്ന് പറയോ, ഈ നാട്ട് ഒരു ഉപ്പാന്റെ ഒക്കെ കേസ് പറഞ്ഞത്? വാപ്പ ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഒരു വീടൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് വാപ്പയും 2 പേരും കൂടി, ഞങ്ങൾ 3 പേരാ. എനിക്കൊരു അനിയത്തിയും ചെറിയൊരു അനിയനും. അവൻ 7ാം ക്ലാസ്സിൽ, അനിയത്തി ഇപ്പം ജിപ്പറിൽ പഠിക്കും. അപ്പം നിങ്ങൾ ഇത്രയും പഠിക്കുക എന്ന് വെച്ചാൽ എൻട്രൻസിന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, സാമ്പത്തികം നിങ്ങൾ ഇല്ലാത്ത ഒരു സാധാരണ ആൾക്കാരാണ്. സാമ്പത്തികം വാപ്പയും ഉമ്മയും ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പം ഈ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചത് എന്തിനാ, ഇപ്പൊ പോയില്ലല്ലോ, വെറുതെ ആയില്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാ പോരെ ആ ടൈമില്. എൻട്രൻസിന് പറഞ്ഞേക്കണ്ടായിരുന്നു എന്നായിരുന്നു ഉദ്ദേശം. ഞങ്ങള് പറയുന്ന പോലെ കേട്ടിട്ട്. അപ്പം ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യാനാ, ഭാവിയൊന്നും ഇല്ലാത്ത ഒരാളല്ലേ, ഒന്നും ചെയ്യാൻ പറ്റൂല. അവളവിടെ വെച്ചെന്നിട്ട് മറ്റോളെന്തെങ്കിലും ആക്കിയിട്ട് കെട്ടിച്ചു വിടാൻ നോക്ക്. ലൈക്ക് ഇങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. അപ്പം ഉമ്മാനെ അത്രയും എനിക്ക്. മാത്രമല്ല എൻ്റെ മുന്നിൽ വരെ വന്നിട്ട് ഈ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ പുറത്താക്കി. പിന്നെ ഒരാഴ്ചയാണതിന് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാൾ എൻ്റെ വീടിനെ കോമ്പൗണ്ടിനെ കടമക്കില്ല. ഇത് ഉമ്മാക്ക് നല്ലോണം അറിയായിരുന്നു. കാരണം ഞാൻ വന്നാലും ഞാൻ എന്തെങ്കിലും അങ്ങനെ ആ രീതിയിലേക്കായിരിക്കുമല്ലോ സംസാരിക്കുന്നുണ്ടാവുക. എനിക്കല്ല പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം എൻ്റെ വാപ്പയും അവരല്ലേ, പേരൻസ് അല്ലേ, അവരല്ലേ ഇത്രത്തോളം വിഷമിച്ചിട്ട് കരയുന്ന കാണുന്നത്. അപ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോവില്ലേ, എന്തെങ്കിലുമൊക്കെ തർക്കത്തിനും പറഞ്ഞു. ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സങ്കടം കാണുമ്പോൾ ഒരിക്കലും നമുക്ക് തോന്നൂല, എന്തിനും അങ്ങനെയുള്ളവർ ശരിക്കും നമ്മളെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ട്. നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തന്നെയല്ലായിരുന്നു ചെയ്യാം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പൊ നീ അപ്പോഴല്ലേ നീ ശരിക്കും ചത്താലും ജോയിൻ ചെയ്തിട്ട് മരിച്ചാലും വേണ്ടിയില്ല. വീട്ടിക്ക് അതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് തന്നെ എനിക്ക് ജോയിൻ ചെയ്യണം, ഒരു രക്ഷയില്ല അവിടുന്ന്. അങ്ങനെ ആ ഒരു എന്താ പിന്നെ. പക്ഷെ ഞാൻ ലാസ്റ്റ് കീമോ കഴിയുന്നവരെ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് തന്നെ പഠിച്ചതാ. പിന്നെ പക്ഷെ ആയിരുന്നു ഞാൻ. ആ തവണത്തെ എൻട്രൻസിലല്ല നീ കേറിയത്. പക്ഷേ ഇല്ല, അതവണ എനിക്ക് ഓള് കിട്ടുമായിരുന്നു. പക്ഷെങ്കിൽ മാം പറഞ്ഞു ഫൈനൽ കീമോ ആണ്, കീമോ എടുത്തിട്ട് ഇനി എന്താണ് എന്നുള്ള. കാരണം ഔട്ട്കം ബിക്കോസ് ഞാൻ അത്രയും ഹെൽത്ത് വീക്കാ. ഈ പറഞ്ഞ 28 കിലോ എന്ന് പറയുന്നത് അത്രയും ഊഹിക്കാൻ പറ്റുമല്ലോ. ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ബോണിൻ്റെ വെയിറ്റ് മാത്രം എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ
മാം സംഭവം ട്രിവാൻഡ്രത്താണെങ്കിൽ ഇനി ജോയിൻ ചെയ്തോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താവും എന്നുള്ള ഒരു അറിയില്ലല്ലോ. അതുകൊണ്ട് മാം പറഞ്ഞു നമുക്ക് പേടിക്കണ്ട, നമുക്ക് ഇനിയും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അടുത്ത വർഷം എക്സാം എഴുതാൻ തയ്യാറാണ്, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ പോകുന്നതാണ്. കീമോ കഴിഞ്ഞു, ലാസ്റ്റ് കീമോ കഴിഞ്ഞു. 17 സൈക്കിൾസ് ഓഫ് കീമോ കംപ്ലീറ്റഡ്. ശരിക്കും കീമോൻ്റെ ഇടയിലൊക്കെ എനിക്ക് കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂ, നമുക്ക് ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അവർ കീമോ ചെയ്യൂല. ഒരു പനി വന്നാൽ 1.5 മാസമൊക്കെ എടുത്തിട്ടൊക്കെ മാറുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് കാരണം കുറച്ച് ഡിലേ ആയിപ്പോയിണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിലെ മോട്ടിവേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നോട് പറയും വാ വേഗം നമുക്ക് എൻ്റെ ജൂനിയർ ആയിട്ട് അതെന്നെ പറയാ കൊണ്ടുവരുന്നു ഇവിടെ. വേറെ സൂപ്പർമാനാണ് കേട്ടോ, ഇനി മൻസൂറെ ഞാൻ വിളിക്കുന്നുണ്ട്, വരുന്നില്ല. എപ്പോഴും എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വേഗം ഞാൻ വിളിക്കുമായിരുന്നു. വെയിറ്റ് വെക്കാൻ, ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും റേഡിയേഷൻ എടുക്കുമ്പോൾ ഇനി ചില്ല് ചെയ്ത് വന്നില്ലേന്നൊക്കെ വെച്ചിട്ട് ചോദിക്കാം. നിന്റെ കുറെ കാര്യങ്ങൾ അവൻ എന്നോട് നിരന്തരം പറയണ്ട. അതുകൊണ്ടായിരുന്നു എനിക്ക് നിന്നെ ഇത്രയും ഓർമ്മ. നിന്റെ അടുത്ത് പോയി വരുന്ന ദിവസമൊക്കെ അവൻ നസീഫിനെ കൂട്ടിയിട്ടൊക്കെ വരില്ലെങ്കിൽ തെറാപ്പി എടുക്കാൻ പോകുന്ന ഒരാള് ചില്ല് ചെയ്ത് വന്നൊക്കെ പറയാം ആ ടൈമില്. എങ്ങനെയാണ് ശരിക്കും ആ ഒരു സമയത്ത് പഠിപ്പ്? അവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് എഴുതാനോ ആൻസർ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നത് അവരുടെ അടുത്തൊക്കെ ഞാൻ നമ്മളൊരു 12 മണിക്കൂർ പഠിക്കാന്ന് വിചാരിച്ചോ, ഒരു 6-7 മണിക്കൂർ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പുഞ്ചിരി ഞാൻ അനുഭവിച്ചതാ. ഞാൻ എൻ്റെ ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് വേദന മറന്നു, കാലിനി റെഡി ആവാൻ ചാൻസ് ഇല്ല. പൊന്തൂല. യെസ്, പൊന്താൻ ചാൻസ് ഇല്ല.